ഇലക്ട്രോ ഐ ടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ? ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് ആയിക്കൊള്ളുന്നില്ല. അവിടെ സംസാരിക്കുന്നത് ചിലപ്പോൾ മേ ബി അവിടെ എന്തായിരിക്കാം, ഇംഗ്ലീഷിലായിരിക്കും എക്സാമ്പിൾ അവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഓൾമോസ്റ്റ് നമ്മളൊരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഒരു 80% നമ്മൾ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സ്റ്റുഡൻസിനായാലും ശരി, വർക്ക് എക്സ്പീരിയൻസിലായാലും ശരി, ഏതൊരു വ്യക്തിക്കും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം, ആശയങ്ങൾ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരാളുകളാണ് നമ്മളെല്ലാവരും. കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം നമ്മുടെ രീതിയിൽ ആശയവിനിമയം നടത്താറുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കമ്മ്യൂണിക്കേഷൻസിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എങ്ങനെ മറ്റൊരാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സോ ഇതിനകത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്? വാട്ട് അബൌട്ട് യു? ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് പ്രൊഫഷണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫൈൽസ് യു ക്യാൻ upload. Then achievements, educations, contact informations, hobbies, skills and language, and last one is working experience. So itra kind of this portions you can upload the interviewer. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്റർവ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഐ മീൻ സംസാരിക്കാം അല്ലെങ്കിൽ പറയാം. അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അല്ലെങ്കിൽ അബൌട്ട് മീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. സോ ഫസ്റ്റ് വൺ, ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ, ഹലോ, ഐ ആം ഫ്രം, ഐ ആം ഡാഷ് ഇയർ ഓൾഡ്, ദർ ആർ ഡാഷ് ഓഫ് യൂസ് ഓഫ് മൈ ഫാമിലി, ഐ ലീവ് ഇൻ വിത്ത് മൈ ഫാമിലി, മൈ ബർത്ത്ഡേ is on, I work from company as a dash, my hobbies is dash, I also like dash, I am interested in dash, I don't like dash, my favorite day of week this because of dash, my favorite month is this because of dash. Then I am a married or single, engaged and divorced like that. I have children. I even go to its I dash character or something. My best friend qualities like that. My best friend name is like that. Yeah. So ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങൾ വീണ്ടും നമ്മളിത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇത് ഇങ്ങനെ ജസ്റ്റ് പഠിക്കുകയാണെങ്കിൽ, സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഫസ്റ്റ് വൺ, ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമായിരിക്കും, വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? സോ മൈ നെയിം ഈസ് ഡാഷ്, ഐ ആം ഡാഷ്, മൈ ഫുൾ നെയിം ഈസ് ഡാഷ്, my first name, last name is dash, you can call me dash, they call me dash, please call me, everyone call me dash, my nickname is dash. So this is first question. It's a wonderful question for interviewer. What's your name? My name is Nimesh, I am Nimesh, my first name is Nimesh, my last name is CP, you can call me sir, you can call me Nimesh, they can't call Nimesh, please call me sir,
Everyone call Nimesh. Like that you can tell. So first is what's your name? That's the main first question is like that. Is first question. നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും, എന്താണ് നിങ്ങളുടെ പേര് എന്നുള്ളതായിരിക്കും. സോ അതിന്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കുക. മൈ നെയിം ഇസ്, എന്താണ് നിങ്ങളുടെ പേര് എന്നുള്ളത്. സോ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ കുറച്ച് സെൽഫായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where are you from? Where do you come from? Where are you from? Where do you come from? Then that answer is I am from dash. I am coming from dash. I am come from. Come from dash, not coming from. Come from. My hometown is dash. I am originally from dash. So this is where are you from? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? I am from Calicut. I am from Madurai. I am from Tamil Nadu. I am from Cochin. I am from Kerala. I am from Perindalmanna. So that answer is I am from. Then I am nationality. I am Indian. I am Japan. I am China. I am Britain. So അങ്ങനത്തെ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, where are you from എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. സോ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് മൈ നെയിം ഈസ് ഡാഷ്, ഐ ആം ഫ്രം കാലിക്കറ്റ്, ഐ ആം ഫ്രം കൊച്ചിൻ, ഐ ആം ഫ്രം പെരിന്തൽമണ്ണ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പൊ 2 സെക്ഷൻ ആയി നമ്മളത്. നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. വേർ ഡു യു ലീവ്? ലൈവ്. വാട്ട് ഇസ് യുവർ അഡ്രസ്? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻസ്. തേർഡ് ക്വസ്റ്റ്യൻസ്. എവിടെ നിന്ന് വരുന്നു, എന്താണ് നിങ്ങളുടെ അഡ്രസ്സ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം. ഐ ലീവ് ഇൻ, നമ്മൾ അഡ്രസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പെരിന്തൽമണ്ണ ഈസ് എ സിറ്റി. ഐ ലൈവ് ഓൺ, നിങ്ങളുടെ സ്ട്രീറ്റ് അഡ്രസ്. ഫോർ എക്സാമ്പിൾ ബൈപ്പാസ്, മൈ സ്ട്രീറ്റ്. I spend most of my life in dash place. I spend most of my life in പെരിന്തൽമണ്ണ. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത്, സമയം കഴിച്ചത് പെരിന്തൽമണ്ണയിലായിരുന്നു. സോ വേർ ഡു യു ലൈവ്? എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഡ്രസ്സ്, ഏതാണ് നിങ്ങളുടെ അഡ്രസ്സ്. സോ ദ കറക്റ്റ് ആൻസർ ഐ തിങ്ക് ഐ ലൈവ് ഇൻ പെരിന്തൽമണ്ണ ഈസ് മൈ സിറ്റി. അതെൻ്റെ സിറ്റിയാണ്. ഞാൻ ഇവിടെയാണ് എൻ്റെ സ്ഥലം, പെരിന്തൽമണ്ണയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഐ ആം 20 years old. I am 30 years old. I am 42 years old. I am 25 years old. So how old are you? So next question. How many people are there in your family? എത്ര ഫാമിലി ആളുകൾ, ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട്? How do you live with one do you live? Do you have any sibling? Sibling answers, like there are number of peoples, like 5 members. There are 5 peoples in my family. There are 2 peoples in my family. My family has 5 peoples, 2 peoples, 1 peoples. Okay, I live in with my child. I am the only child. I don't have any sibling. I have dash 2 brother and 1 sisters. Okay, so this is question is family members. നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എത്ര ഉണ്ട്? ഓരോരുത്തരുടെ വീട്ടിൽ ഡിഫറൻസ് ആയിരിക്കും. സോ നിങ്ങളത് കറക്റ്റ് ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. ഹൗ മെനി പീപ്പിൾസ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളെ എത്ര പേര് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുകളുണ്ട്, എത്ര ആളുകളുണ്ട്. അപ്പൊ എത്ര നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അവിടെ എഴുതാം. There are 5 numbers peoples in my family. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്.
ഏട്ടനുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ ഹാവ് 2 brother and 1 sister. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. ഐ ഹാവ് 2 brother and 1 sister. നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? വെൻ ഈസ് യുവർ ബർത്ത്ഡേ? എന്താണ് നിങ്ങളുടെ ബർത്ത്ഡേ? എന്നാണ് നിങ്ങളുടെ ബർത്ത്ഡേ? വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? ദെൻ അതിന്റെ ആൻസർ. വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ? മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഡാഷ്. സോ മൈ ബർത്ത്ഡേ, ഞാൻ ജനിച്ച ദിവസം അല്ലെ ഇന്ന ദിവസമാണ്. മൈ ഫോൺ നമ്പർ ഈസ് ഡാഷ്. ഓക്കെ. Then next, what do you do? എന്ത് ചെയ്യുന്നു? What do you do for living? What is your job? What sort of work do you do? What level of work are you in? So what did you want to be when you grow up? Address means this is a job. What's your job? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? What do you do? So I am a dash. I am a manager. I am a student. I am a teacher. I am work as a automobile engineer or electrical engineers. I work for company. Example, Tata, as a service engineer. I am unemployed. I am out of work. I have been made redundant. I've been earn my living as a dash. I'm looking for a job. I'm looking for work. I'm would like to be an ant. So ഇത് ചോദിക്കുന്നത് നിങ്ങളുടെ ജോബ് എന്താണ്, നിങ്ങളെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തായിരിക്കും. സോ യൂസ്ഫുൾ ജോബ്സ് ഓഫ് സെൽഫ് ഇൻട്രൊഡക്ഷൻ: ടീച്ചേഴ്സ്, നഴ്സ്, സെക്രട്ടറീസ്, മാനേജേഴ്സ്, പോലീസ്മാൻസ്, ബിൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ്മാൻ, ഫയർ പോസ്റ്റ്മാൻസ്, ഡോക്ടേഴ്സ്, ആർക്കിടെക്ചേഴ്സ്, ഫാമർ, ആസ് യു ലൈക്ക്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ബിസിനസ്മാൻ. ഐ ആം വർക്ക് ആസ് എ ബിസിനസ്മാൻ. ഞാൻ വർക്ക് ചെയ്യുന്നത് ബിസിനസ്മാൻ ആയിട്ടാണ്. ഞാനൊരു ബിസിനസ്മാൻ ആണ്. ഐ ആം വർക്ക് ഫോർ കമ്പനി നെയിം ആസ് എ എന്തായിരിക്കും, അവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. എക്സാമ്പിൾ, സെക്രട്ടറി ഓർ മാനേജർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, എഞ്ചിനീയർ അവിടെ കൊടുക്കാം. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് യുവർ ഹോബി? വാട്ട് ഡു യു ലൈക്ക് ടു ഡു? What is your favorite? Answer: I love, I enjoy, like sports, movies, and etc. I am interested in dash. So നമ്മളത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ആയിരിക്കാം. എക്സാമ്പിൾ, ഫുട്ബോൾ ആയിരിക്കാം. സോ നിങ്ങൾ അത് കൊടുക്കുക. ഐ ആം എ ഗുഡ് അറ്റ് എ ഡാഷ്. നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ അത് കൊടുക്കാം. മൈ ഹോബി ഈസ് എ ഡാഷ്. ഐ ആം ഇൻട്രസ്റ്റിംഗ് ഇൻ ഡാഷ്. എന്തിനാണോ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ഉള്ളത് അത് കൊടുക്കാം. എക്സാമ്പിൾ, നിങ്ങൾക്ക് ടീച്ചിങ് ലെവൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം ചില ആളുകൾക്ക് എന്തായിരിക്കാം, കുക്കിംഗിൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നുണ്ടാവും. പല ആളുകളും പല രീതിയിൽ. അപ്പോൾ അവിടെ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. വാട്ട് ഈസ് യുവർ ഹോബീസ്? ആ ഹോബീസ് ഐ ലൈക്ക് എന്താണ്, അല്ലെങ്കിൽ ഐ ലവ് എനിക്കിഷ്ടമാണ്, ഐ എൻജോയ് ഞാൻ ഒരുപാട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആൻസർ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. Then my hobbies are dash. My hobbies is dash. My favorite sports is dash. My favorite color is dash. I have a passion for dash. My favorite place is dash. So ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസറും കൂടിയാണ്. എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, എൻ്റെ ഏറ്റവും വലിയ സ്പോർട്സ് ഏതാണ്, ഐ ഹാവ് എ പാഷൻ, എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. മൈ ഫേവറേറ്റ് പ്ലേസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കാം, കേരളത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അമേരിക്ക, ജർമ്മനി, ഇറ്റലി പോയതിൽ. അപ്പൊ നമ്മൾ ഫേവറേറ്റ് പ്ലേസ് ഏതാ വെച്ചാൽ ആ പ്ലേസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുത്ത് എഴുതാനുണ്ടാവും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്: വേർ ഡു യു സ്റ്റഡി? നിങ്ങൾ എവിടെ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻസ് എന്താണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് ഡാഷ്. നിങ്ങൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഡു യു സ്റ്റഡി? നിങ്ങൾ എന്ത് ചെയ്തു.
What is your major? Answer, I am a student at a dash school. നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? I am a student at a ഇലക്ട്രോ ITI പെരിന്തൽമണ്ണ. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? പെരിന്തൽമണ്ണ കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത്. I am a student at സ്കൂളിന് പകരം നിങ്ങൾക്ക് അവിടെ കോളേജ് എന്ന് കൊടുക്കാം. I study at dash. I am at a dash. I go to dash. ഇതൊക്കെ സ്കൂളോ കോളേജുകളോ അല്ലെങ്കിൽ ഓഫീസുകളോ സ്ഥാപനങ്ങളോ കമ്പനീസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ അസൈൻ ചെയ്യാൻ പറ്റും. സോ വേർ ഡു യു സ്റ്റഡി? നിങ്ങൾ എവിടെ പഠിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ള ആൻസർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് കംപ്ലീറ്റഡ് SSLC, ഐ ഹാവ് കംപ്ലീറ്റഡ് +2. അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഹാവ് ചേർത്ത് കൊടുക്കണം. ഐ ഹാവ് കംപ്ലീറ്റഡ് SSLC സ്കൂൾ, AMLP സ്കൂൾ പെരിന്തൽമണ്ണ, AMHS സ്കൂൾ മണ്ണാർക്കാട്. അവിടെ നിങ്ങൾ ഏത് പ്ലേസിൽ ചെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. നമ്മൾ കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എന്താണ്? ഐ ഹാവ് കംപ്ലീറ്റഡ് പ്രീ ഡിഗ്രി ഓർ ഡിഗ്രി. ഏത് കോളേജിലാണെങ്കിൽ ആ കോളേജിന്റെ പേര് കൊടുക്കാം. ഓക്കെ, സോ അതെ. നെക്സ്റ്റ്, വൈ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നിങ്ങൾ എന്തിന് ഇംഗ്ലീഷ് പഠിച്ചു? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ? ഹൗ ലോങ് ഹാവ് യു ബീൻ ലേൺ ഇംഗ്ലീഷ്? ഹൗ ലോങ് ഹാവ് യു ലേൺ ഇംഗ്ലീഷ്? ആൻസർ, ഐ സ്റ്റഡി ഇംഗ്ലീഷ് ബിക്കോസ് ഐ ലവ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇംഗ്ലീഷിനെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ പഠിച്ചു. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. എനിക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഐ ലീവ് ബീൻ ലേൺ ഇംഗ്ലീഷ് ഫോർ ഡാഷ്. അതായത് എന്തിനാണ് നിങ്ങളത് ഇംഗ്ലീഷ് പഠിച്ചു? ഐ വിൽ ബീൻ ലേൺ. ഞാൻ പഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഐ ക്യാൻ എക്സ്പ്രസ് മൈസെൽഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ എനിക്ക് ചെയ്യാൻ കഴിയും. എക്സ്പ്രസ് മൈസെൽഫ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഐ ക്യാൻ എക്സ്പ്രസ് മൈസെൽഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ പറ്റും. വൈ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നിങ്ങൾ എന്തിന് ഇംഗ്ലീഷ് പഠിച്ചു? ഐ സ്റ്റഡി ഇംഗ്ലീഷ് ബിക്കോസ് ഓഫ് ഐ ലവ്. എനിക്ക് ഇംഗ്ലീഷ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷിനെ പഠിച്ചു. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. എനിക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യണം. വിച്ച് ഇയർ ആർ യു ഇൻ? നിങ്ങൾ ഏത് വർഷത്തിൽ അല്ലെങ്കിൽ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത്? ഐ ആം ഇൻ ഡാഷ് ഗ്രേഡ്. ഐ ആം ഇൻ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ആൻഡ് ഫൈനൽ ഇയർ. ചിലപ്പോൾ ഒരു പക്ഷേ എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയി ഡിഗ്രി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ലൈക്ക് ദാറ്റ് ഓൾസോ ഇസ് ദർ. സോ വിച്ച് ഇയർ ആർ യു ഇൻ? നിങ്ങൾ ഏത് വർഷം പഠിച്ചു അല്ലെങ്കിൽ ഏത് വർഷത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്? കറന്റ്ലി സ്റ്റേജ് ആണ്. സോ ഐ ആം ഇൻ മൈ ഫസ്റ്റ്. ഓക്കെ, ഐ ആം ഇൻ സെക്കൻഡ്സ്. ഐ ആം ഇൻ മൈ ഫസ്റ്റ് or I am in my final year. Okay, then next question, what is your favorite subject? Your favorite subject and my favorite subject is dash. I am good at dash subject. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് ഇപ്പോൾ എന്താണ്? ഇംഗ്ലീഷ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണ്, ഇലക്ട്രിക്കൽ മൈ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് കൊടുക്കുക. സബ്ജക്ട് ഈസ് മാത്ത്, ഇംഗ്ലീഷ്, ഫിസിക്സ്, എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് മ്യൂസിക് എക്സെട്ര. So favorite subjects also you can include self introduction. Then my best quality is dash. ചിലപ്പോൾ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? പേഴ്സണാലിറ്റി ആയിരിക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് നെയിം ഈസ് ഡാഷ്. നിങ്ങളെ ഏറ്റവും നല്ല ഫ്രണ്ട് നെയിം, ഫ്രണ്ട്സിന്റെ പേരെന്താ വെച്ചാൽ അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. സോ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തിട്ട്. ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, അതർവൈസ് വാട്ട് അബൌട്ട് മീ, അബൌട്ട് യു എന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൻസറുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ, പേഴ്സണൽ പ്രൊഫൈൽസ് നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. അച്ചീവ്മെന്റ്സുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ്, കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, ഹോബീസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സ്കിൽ ആൻഡ് ലാംഗ്വേജസ്, നിങ്ങൾ എന്തെങ്കിലും സ്കില്ല്, നിങ്ങൾ എന്തെങ്കിലും അധികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യണം. ദെൻ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയും.
സോ അതിന്റെ മൊത്തം ആൻസർ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കേണ്ട ഒരു സെക്ഷൻ ആണിത്. ഹലോ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കണം. ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഫിൽ ചെയ്ത് വെക്കണം. അപ്പോഴാണ് നിങ്ങൾ ഈ ക്ലാസ്സോട് 100% എന്താ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇത് ഫില്ല് ചെയ്യാറ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹലോ, ഐ ആം ഡാഷ്, എന്താ പേര് വെച്ചത് കൊടുക്കുക. ഐ ആം ഫ്രം ഏത് സ്ഥലം വെച്ചാൽ അത് കൊടുക്കുക. ഐ ആം എത്ര ഇയർ ഓൾഡ് ആണ്, എത്ര വയസ്സ് മുമ്പാണ് നിങ്ങൾ, അത് കൊടുക്കുക. ദർ ആർ എത്ര മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളെ ഫാമിലിയിൽ, അത് കൊടുക്കുക. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, നിങ്ങൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഇപ്പൊ കമ്പനി വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ചെയ്യാത്ത ആളുകൾ ഏതെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇതെന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാളുമായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.